ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 58 13 തിരുവചനം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാൽ അടക്കി വച്ച് ശബത്തിന് ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികൾ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:13 യഹോവയിൽ പ്രമോദിക്കുവാൻ അഥവാ കർത്താവിൽ സന്തോഷിക്കുവാൻ എങ്ങനെയാണ് മർത്യന് കഴിയുക? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവിക സന്തോഷം പ്രാപിക്കുവാൻ. ദൈവിക സന്തോഷം അഥവാ ആത്മിക സന്തോഷം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിൽ ഒന്നാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ സന്തോഷം അത് പ്രാപിക്കുവാൻ നാം എന്തു ചെയ്യണമെന്നാണ് പ്രവാചകനിലൂടെ ഉപദേശിക്കുന്നത്. പ്രവാചകനിലൂടെ പറയുകയാണ്, വിശുദ്ധ ദിവസത്തിൽ അഥവാ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ശബത്ത് ദിവസത്തിൽ, വ്യക്തമായി പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം, അന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ദിവസത്തിലെന്ന് ഉദ്ദേശിക്കുന്നത്. ആ വിശുദ്ധ ദിവസം സ്വന്തം കാര്യങ്ങളിൽ ഏർപ്പെടാതെ ശബത്തിൽ സ്വസ്ഥമായിരുന്നു അഥവാ വിശ്രമിച്ച് അന്നത്തെ ദിനം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, പ്രാർത്ഥിച്ച്, തിരുവചനം ശ്രവിച്ച് അന്നത്തെ ദിവസം ഒരു ബഹുമാനയോഗ്യമായി കാണുക, ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കുക. അന്ന് നാം നമ്മുടെ ജോലിക്ക് അഥവാ ഉപജീവന മാർഗങ്ങൾക്ക് പോകാതിരിക്കുക, വ്യർത്ഥ സംസാരത്തിൽ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് കർത്താവിൽ സന്തോഷിക്കുവാൻ വകയുള്ളത്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 4:4 ഇപ്രകാരം പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. മറ്റൊരു സ്ഥാനത്ത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കർത്താവിലുള്ള സന്തോഷം ഭൗതികമായ ഏതെങ്കിലും വിഭവങ്ങളിലോ വ്യക്തികളിലോ വിഷയങ്ങളിലോ ബന്ധിതമല്ല. പ്രത്യുത കർത്താവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഉണ്ടാകുന്നതാണ്. ആ ദൈവിക സന്തോഷം ഭൗതിക സന്തോഷങ്ങളേക്കാൾ വളരെ വലിയതാണ്. അത് പ്രാപിക്കുവാൻ നമുക്കാവശ്യം ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ദിനം ദൈവസന്നിധിയിൽ കാലടക്കി വെച്ച് ഇരിക്കുമ്പോൾ
അഥവാ ആരാധനയ്ക്കായി നാം മുട്ടുകുത്തുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി നാം മുട്ടുകുത്തുമ്പോൾ, ഇങ്ങനെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ യഹോവയുടെ സന്തോഷം നമ്മിൽ വന്ന് നിറയുവാനിടയാവും. ആമേൻ.